മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് റവറൻഡ് സിസ്റ്റർ ടെസ്ലിനാണ്. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകയുമായ സിസ്റ്റർ CMC ചങ്ങനാശ്ശേരി പ്രൊവിൻസിലെ അംഗമാണ്. പ്രമുഖ വചനപ്രഘോഷകയും കൗൺസിലറുമായ സിസ്റ്ററിനെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് ഈ ധ്യാനവും കൗൺസിലിങ്ങും മധ്യസ്ഥ പ്രാർത്ഥനകളും ഒക്കെ ഭൗതികമായ കാര്യസാധ്യത്തിനുള്ള ഒരു ഉപാധിയായി മാറുന്നുണ്ട്. അത് അങ്ങനെ മാറുന്നത് ആശാസ്യമാണോ? അതായത് മകളുടെ വിവാഹം നടക്കുവാൻ, മകന് ജോലി കിട്ടുവാൻ, കടബാധ്യത മാറുവാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് ആളുകൾ കൂടുതലായും മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നത്, കൗൺസിലിങ്ങിന് വരുന്നത്. അത് സാധിച്ചെടുക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് കൗൺസിലിങ്ങിന് വരുന്നത്. അതിനെക്കുറിച്ച് സിസ്റ്റർ എന്താണ് പറയുന്നത്? അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന അധികം ആൾക്കാരും എനിക്ക് പരിശുദ്ധാത്മാവിൽ വളരണം, പ്രാർത്ഥനയിൽ വളരണം എന്ന് പറഞ്ഞ് ആരും വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള തകർച്ചകളും ഭൗതികമായ നേട്ടം, കടബാധ്യത മാറണം, രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞ കുട്ടിയുടെ പരീക്ഷയിൽ വിജയം കിട്ടണം, അവർക്ക് ജോലി കിട്ടണം, സ്ഥിരമായ ജോലി കിട്ടണം, ഗൾഫിൽ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർ വരുന്നത്. പക്ഷേ അതൊരു നല്ല കാര്യമാണ്. ഇങ്ങനെ വരുന്ന വ്യക്തികളെ നമുക്ക് ബോധപൂർവം ഇവരെ ആത്മീയ മേഖലയിലേക്ക് നയിക്കാം. അങ്ങനെ ഒത്തിരിയേറെ വ്യക്തികളെ അവരുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കടന്നു വന്നാലും നമ്മുടെ കയ്യിൽ അവരെ കിട്ടി. അപ്പം നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഇവരുടെ ഭൗതിക നേട്ടമല്ല, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അത് അന്വേഷിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ വചനം വായിക്കാനും കുടുംബത്തിൽ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും, അതായത് ഇടവകയോട് ചേർന്ന് വലിയ കുടുംബമായ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കുടുംബങ്ങൾക്കും അനുഗ്രഹം കിട്ടും, നേട്ടങ്ങൾ കൊയ്തെടുക്കാം. അപ്പോൾ ക്രമേണ ഇവർക്ക് കുമ്പസാരിക്കണമെന്ന് തോന്നും. കുമ്പസാരത്തിലേക്ക് അനുതാപത്തിലേക്ക് ഇവരെ നമ്മൾ കൊണ്ടുപോകും. അതുവഴി ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ കൃപകളും ഈശോ തിരിച്ചു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ തുടർ പ്രക്രിയ തുടർന്ന് വീണ്ടും ഇടയ്ക്ക് ഇടവകയോട് ചേർന്ന് നിൽക്കാൻ പറയും. സാധിക്കുന്ന ദിവസങ്ങളെല്ലാം പള്ളിയിൽ പോവുക, കുർബാനയിൽ പോയി പങ്കെടുക്കുക, ഇടവകയായിട്ട് ചേർന്ന് ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും ചേർന്ന്. പിന്നെ നമ്മൾ അനുദിന വിശുദ്ധയുടെ പുസ്തകങ്ങൾ വായിക്കുക, ആനുകാലിക അതാത് കാലഘട്ടങ്ങളിൽ പരിശുദ്ധ പിതാവ് പ്രവർത്തിക്കുന്ന ചാക്രിക ലേഖനങ്ങൾ, പ്രബോധന ഗ്രന്ഥങ്ങൾ, അതിന് ആ ദേശത്തെ മെത്രാന്മാരിലൂടെ വരുന്ന ഉപദേശങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചും വായിച്ചും പഠിച്ചും നമ്മൾ വളരാൻ ഇവരോട് നമ്മൾ ആവശ്യപ്പെടും. അങ്ങനെയുള്ള വ്യക്തികൾ ശരിക്കും ഉയരുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ശാരീരികമായ വളരെയധികം അസ്വസ്ഥതകളുണ്ടെങ്കിലും ധാരാളം സമയം സിസ്റ്റർ വചന പ്രഘോഷണത്തിനും കൗൺസിലിങ്ങിനും വേണ്ടി വിനിയോഗിക്കാറുണ്ടെന്ന് ഞാനിവിടെ സിസ്റ്റേഴ്സുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുള്ള ശക്തി സത്യത്തിൽ സിസ്റ്ററിന് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ ശക്തനായവൻ എന്നീ വലിയ കാര്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് 1 മണിക്കൂർ ദിവ്യകാരണത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വചനം വായിച്ച്, അന്ന് ആരൊക്കെ ഏതൊക്കെ വ്യക്തികളാണ് ഈശോയെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അവരെ കാണിച്ചു തരണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അറിഞ്ഞോ അറിയാതെ ആ സമൂഹത്തെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ശക്തി സ്വീകരിച്ചാണ് നമ്മൾ വചനം വായിച്ചും ജപമാല ചൊല്ലിയും വിശുദ്ധരോട് ആദ്യം ചോദിച്ചും മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലിയും അൾത്താരയുടെ കുർബാനയിൽ നിന്നുള്ള ആ വലിയ ശക്തിയാണ് നമ്മളെ ഈ പ്രവർത്തനത്തിന് ഈശോ നമ്മളെ നയിക്കുന്നത്. നമുക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം വരുന്ന പ്രശ്നങ്ങൾ ഒത്തിരിയേറെ ആകുലപ്പെട്ട് നിരാശയിലുള്ള മക്കളെ കടന്നു വരും. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു മദ്യപിച്ച് കുടിച്ച ഒരു വ്യക്തി ബോധമില്ലാത്ത അബോധാവസ്ഥയിൽ പോലും വന്ന് പറയാം, സിസ്റ്ററെ ഇന്ന് 5 മിനിറ്റ് എനിക്ക് തരണം, എനിക്ക് സുബോധമില്ല, വീണ്ടും പറക്കി ഇവിടെ വരെ വന്നത്. സിസ്റ്ററും കൂടെ എന്നെ കൈവിട്ടാൽ നാളെ പത്രത്തിൽ എൻ്റെ ഫോട്ടോ കാണും, അതിനടിയിൽ സിസ്റ്റർ ടെസ്റ്റിൽ ഞാൻ എഴുതി വെക്കും, കാരണം സിസ്റ്റർ എന്നെ ശ്രദ്ധിച്ചില്ലെന്ന്. അപ്പം ആൾക്കാർ തിങ്ങി നിൽക്കുക. ആ വ്യക്തിയെ നമ്മൾ കൈവിട്ടില്ല, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അത് വാ പൊളിക്കുമ്പോൾ വായിരുന്നത് മദ്യത്തിൻ്റെ തുറക്കണമാണ്. പക്ഷേ ആ സഹോദരൻ നമ്മൾ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ്റെ കൂടെ ഇതുപോലെ മദ്യപിച്ചു വന്ന വേറെ 2-3 പേരുണ്ടായിരുന്നു. അവരെ റബ്ബർ തോട്ടത്തിൽ നിർത്തിയിട്ടാണ് ഈ സഹോദരൻ വന്ന് ചോദിച്ചത്. അപ്പം നമ്മൾ ഈ സഹോദരനോട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ച് രാത്രി 10 ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. അപ്പോൾ മറ്റു ജനം കൂടി നിന്നുകൊണ്ട് ആദ്യം ഞാൻ അവരെ കണ്ടിട്ട് ഈ സഹോദരങ്ങളെ വേറെ സിസ്റ്റേഴ്സിലേക്ക് കൊടുത്തു. എന്ന് അവർക്ക് ഇച്ചിരി വചനം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ സിസ്റ്റേഴ്സ് പറഞ്ഞു ഇവർ കേൾക്കുന്നില്ല, കേട്ടില്ലേലും കുഴപ്പമില്ല, അന്തരീക്ഷത്തിലേക്കെങ്കിലും വചനം വ്യാപരിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ മദ്യപാനിയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സഹോദരങ്ങൾ ആ 4 പേരും ഇന്ന് ഇവിടെ ഒരു ഞായറാഴ്ച ഒരു സൗഹൃദ കൂട്ടായ്മയുണ്ട്, ആ കൂട്ടായ്മയിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ അവരുടെ കുടുംബം അനുഗ്രഹപ്രദമായി, അവർ സമ്പാദിക്കുന്ന സമ്പത്തിൽ നിന്ന് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അവർ സന്തോഷത്തോടെ ഇന്ന് അവർ പങ്കെടുക്കും. അന്ന് ഞാനിവർ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ശരിക്കും അവർ ആത്മഹത്യയിലേക്ക് പോയത്. ഓരോ മാസവും 10,000 ഈ ധ്യാന സെൻറ്ററിൽ നിന്നും ധ്യാനിച്ചിറങ്ങുന്നുണ്ടെങ്കിലും തിന്മയുടെ ശക്തി കൂടുതലായി നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇവിടുത്തെ വിടുതൽ ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ വിടുതൽ ശുശ്രൂഷയിലൂടെ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതിനെക്കുറിച്ച് സിസ്റ്റർ ഒന്ന് വിശദീകരിക്കാമോ? അതായത് പല വ്യക്തികളും വരുന്നത് ചില പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചു വിട്ടു കുറച്ച് വചനം പറഞ്ഞിട്ട് അവർക്ക് പ്രയോജനമില്ല. അത് വീണ്ടും ചെന്ന് ആവർത്തിക്കുന്ന കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈ അടുത്ത നാളിൽ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, എൻ്റെ മകള് 7 മാസം പ്രായമുള്ളപ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ 2 വയസ്സായി. 43 ലക്ഷം രൂപ വിവിധ ആശുപത്രികളിൽ മുടക്കിയിട്ടും എൻ്റെ മകളുടെ ഛർദ്ദിൽ നിൽക്കുന്നില്ല. വലിയ വ്യക്തികൾ ഛർദ്ദിക്കുന്നത് പോലെ എടുത്തടിച്ച് ഛർദ്ദിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ സെൻറ്റ് ജോൺസിൽ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുകയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കൊച്ചിനെ കൊണ്ടുപോകാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ചില അതിൻ്റെ ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു മാതാപിതാക്കളുടെ കടന്നു വന്ന ചില പാപത്തിൻ്റെ അടിമത്തമാണ്, തിന്മയാണ്. അതായത് റൂഫിലും കണ്ടൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒക്കെ ഉപയോഗം മൂലം ഈ കുട്ടികളിലേക്ക് കടന്നു വന്ന ചില തിന്മയാണെന്ന് ബോധ്യമായി. അപ്പം നമ്മൾ അത് മാറണമെങ്കിൽ ഈ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അതിന് ഏത് അടിമത്തമാണോ ഏത് പാപമാണോ ഈ കുട്ടിയിൽ മാതാപിതാക്കൾ നിൽക്കുന്നത് അതിന് പറ്റിയ വചനം പറഞ്ഞ് ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഈശോയുടെ തിരുരക്തത്താലും ഈശോയുടെ അത്ഭുത നാമത്താലും ഈശോയുടെ അത്ഭുത വചനത്താലും ഈശോയുടെ വിശുദ്ധ പുരുഷനാലും പരിശുദ്ധാത്മ ശക്തിയാലും പരിശുദ്ധ അമ്മയോട് ചേർന്നും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇതിന്ന് മോചനം കിട്ടും. അതിനുശേഷം ഇവരോട് ഞാൻ പറഞ്ഞു, ഇനി ഈ കൊച്ച് ഇന്ന് ഒരു പ്രാവശ്യം ഛർദ്ദിക്കുള്ളൂ, ഇനി ഛർദ്ദിക്കത്തില്ലെന്ന് പറഞ്ഞു. ആ കൊച്ചിൻ്റെ രോഗം മാറി. ഇന്ന് അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മിടുക്കിയായിട്ട് നടക്കും. ഈ കൊച്ച് ജനിച്ചതിന് ശേഷം ഈ കൊച്ചിൻ്റെ കളിയും ചിരിയും ഇതിന് ശേഷമാണ്, ഈ 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മാതാപിതാക്കൾ കണ്ട് ആനന്ദിക്കുന്നത്. അതിനുശേഷം കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ വരുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അങ്ങനെ വരുന്ന വ്യക്തികൾക്ക് ഒത്തിരി അടിമത്തമുണ്ട്. ഈ അടിമത്തം കുടുംബത്തിൽ കുട്ടികളെ സ്വാധീനിക്കും, പഠന മേഖലയിൽ കുട്ടികളെ സാധിക്കും. നല്ലൊരു ശതമാനം കുട്ടികൾ ഇന്ന് ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം ഈ പാപത്തിൻ്റെ അടിമത്തമാണ്, തിന്മയുടെ അടിമത്തമാണ്. ഇന്ന് മാധ്യമങ്ങൾ നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ മുഴുവൻ സമയം ഇരുന്ന് പൈശാചിക സ്വാധീനമുള്ള പാട്ടുകൾ കേട്ട് അതുപോലെ സീരിയൽ മുഴുവൻ സമയം കണ്ട് കാർട്ടൂൺ കണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ അവരിലേക്ക് കടന്നു വരുന്ന ചില തിന്മയുടെ സ്വാധീനമുണ്ട്. അത് കുട്ടികളുടെ പഞ്ചേന്ദ്രിയങ്ങളെ ബാധിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഭാവന, ജീവിതശൈലി, മനോഭാവത്തിൽ വ്യത്യാസം വരും. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത്, മുതിർന്നവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ അടുക്കൽ വരുമ്പോൾ പെട്ടെന്ന് ഈശോ പറഞ്ഞു തരും, ഇന്ന മേഖലയിൽ ഈ കൊച്ചിന് അടിമത്തമുണ്ട്, തിന്മയുടെ സ്വാധീനമുണ്ട്. അപ്പോൾ അതിന് പറ്റിയ വചനങ്ങൾ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. വിശുദ്ധ കുർബാനയുടെ അടുക്കലിരിക്കും, ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലിരുത്തി ഇവരെ പ്രാർത്ഥിപ്പിക്കും. പിന്നെ അവരോട് പറയും, പോയി വിശുദ്ധ കുർബാനയിൽ തുടർച്ചയായിട്ട് പോയി പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ വ്യത്യാസം വരുന്ന കണ്ടിട്ടുണ്ട്, കുട്ടികളെ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഠിനമായ വെറുപ്പിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. ഈ വെറുപ്പ് ചെറുപ്പം തുടങ്ങി കിട്ടുന്നതാണ്. അതിങ്ങനെ വളർന്ന് ആ വെറുപ്പ്, നമ്മൾ ഏത് പാപം ചെയ്യുന്നോ ആ പാപത്തിൻ്റെ ദുരാത്മാവ് നമ്മളെ ബാധിക്കും. അപ്പം വെറുപ്പാണ് വെറുപ്പിൻ്റെ ദുരാത്മാവ്, വിദ്വേഷമാണ് വിദ്വേഷത്തിൻ്റെ ദുരാത്മാവ് നമ്മളെ സ്വാധീനിക്കും. മദ്യപാനമാണെങ്കിൽ മദ്യപാനത്തിൻ്റെ ആസക്തി നമ്മളെ സ്വാധീനിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം ആ അടിമത്തം മാറണമെങ്കിൽ ഇതുപോലെ ബോധപൂർവം ഈ തിന്മ വിടുവിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും അത് നമ്മൾ കെട്ടഴിച്ച് വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇവർക്ക് സൗഖ്യം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒത്തിരിയേറെ വ്യക്തികൾ വിടുതൽ പ്രാപിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല, വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുക, പ്രാർത്ഥിക്കുക, വചനം പറഞ്ഞു കൊടുക്കുക, ഇവരോട് വചനം പറയാൻ നമ്മൾ പ്രേരിപ്പിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ കുടുംബസമാധാനം കിട്ടുന്ന കാണാൻ സാധിച്ചിട്ടുണ്ട്. വിശ്വാസം വളർത്താൻ അവർക്ക് പറ്റുന്നുണ്ട്. പിന്നെ പെട്ടെന്നാണ് ഇവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നത്. പഠിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പഠിക്കും. വിശ്വാസത്തോടെ കുടുംബത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന കാണാൻ സാധിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ അംഗീകരിക്കാത്ത അങ്ങനെയുള്ള ഒത്തിരി മക്കളെ കാണും. അവർക്ക് മാതാപിതാക്കളെ അംഗീകരിക്കാൻ പറ്റും. പൊതുമേഖലകളിൽ അവർക്ക് ഒരു കഴിവുമില്ല, ഒന്നും കൊള്ളിയല്ലെന്ന് പറഞ്ഞ് മകന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ, ഒരു അടിമത്തം മാറിക്കഴിയുമ്പോൾ അവർ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു മേഖലയിൽ ഇവരെ കെട്ടിയിട്ടിരിക്കുന്ന മേഖല എന്താണെന്ന് കണ്ടുപിടിക്കും. ഒരു ചെറിയ ഒരു പക്ഷിയെ നൂലുകൊണ്ട് ബന്ധിച്ചാലും അത് ബന്ധന, അതിന് ഉയർന്നു പറക്കാൻ പറ്റത്തില്ല. അപ്പോൾ
ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ വ്യക്തികളെ അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈശോയോട് ചോദിക്കും, ഈശോയെ ഇന്ന് അടുത്ത് വരുന്ന വ്യക്തികൾ ഏത് അടിമത്തത്തിൻ്റെ മക്കളാണ്? ഈ അടിമത്തത്തിൽ നിന്ന് ഈശോ മോചിപ്പിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അടിമത്തത്തിൽ നിന്ന് ഈശോ തരും. അത് ഈശോ പറയുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. ആ സ്നേഹം കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത്. നമ്മൾ ദൈവമക്കളാണ് താനും. അപ്പോൾ ഈ ദൈവമക്കളുടെ ഈ സ്നേഹം അനുഭവിക്കാൻ ഈശോയോട് പറയും, ഇവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. വചനം മാത്രം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് കൃപ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 8 വർഷത്തിലധികമായി അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട സേവർഖാൻ വട്ടായലച്ചൻ്റെയോടുകൂടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ് ഞാൻ. ബഹുമാനപ്പെട്ട സിസ്റ്റർ ടെസ്ലിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ സിസ്റ്ററിൻ്റെ ഇടപെടൽ മൂലമാണ് ഞാൻ അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വരാനിടയായത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു ദിവസം സിസ്റ്റർ ടെസ്ലിൻ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ കൗൺസിലിങ്ങിന് വേണ്ടി ചെന്നു. അന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ചില അനുഭവം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തു പോയി ഒരു ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ആയിരുന്നു. ഒരു ധ്യാന ഫീൽഡിലേക്ക് കടന്നു വരാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. സിസ്റ്ററിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി പോയിരിക്കുമ്പം സിസ്റ്റർ എന്നോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അച്ഛൻ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അധികാരികൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പോകാം. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വിദേശത്തേക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്, പക്ഷേ കയ്യിൽ ബൈബിളും പിടിച്ചുകൊണ്ടാണ് അച്ഛൻ പോകുന്നത്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുമാകുന്ന ഒരു കാര്യമല്ല. കാരണം ഒരിക്കൽ പോലും ദൈവവചന ശുശ്രൂഷയ്ക്ക് ഇറങ്ങാത്ത ഞാൻ ബൈബിളും പിടിച്ചുകൊണ്ട് എങ്ങനെ വിദേശത്തേക്ക് പോകും? ഞാൻ ഉള്ളിൽ അത് സംശയത്തോടെയാണ് അതിനെ കരുതിയത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിസ്റ്റർ പറഞ്ഞ ആ വാക്ക് ശരിക്കും അന്വർത്ഥമായി. സിസ്റ്റർ പറഞ്ഞ ആ സന്ദേശപ്രകാരം തന്നെ സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ആയിരിക്കുവാനും അതിനുശേഷം എൻ്റെ ആദ്യ വിദേശയാത്ര കരങ്ങളിൽ ബൈബിൾ പിടിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിനായി പോകുവാനും സാധിച്ചു. അതിലൂടെ എനിക്കൊരു കാര്യം വ്യക്തമായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരു വ്യക്തിയാണ് സിസ്റ്റർ ടെസ്ലിൻ. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ സിസ്റ്റർ നൽകുന്ന സന്ദേശങ്ങൾ അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ സിസ്റ്ററോടൊത്ത് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപകളും വരങ്ങളും ദാനങ്ങളും വഴി ഒത്തിരിയേറെ വ്യക്തികൾ വിടുതൽ പ്രാപിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവം സിസ്റ്ററിനെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്ത് ഉയർത്തിയിരിക്കുകയാണ്. സിസ്റ്റർ വഴി ഈ ദേശത്തും അനേക സ്ഥലങ്ങളിലും ഒത്തിരിയേറെ ദൈവമക്കൾ ദൈവത്തെ അറിയാനിടയാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകൾ സിസ്റ്ററിലേക്ക് നിറയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവിളിയുടെ പിള്ളത്തൊട്ടിൽ കുടുംബങ്ങളാണല്ലോ. പക്ഷേ ഇന്നത്തെ അണു കുടുംബങ്ങളിൽ നിന്നും ദൈവവിളി വളരെ കുറവാണ്. അതിനെക്കുറിച്ച് അത് പരിപോഷിപ്പിക്കുവാൻ ധാരാളം ദൈവവിളികൾ ഇന്നത്തെ അണുകുടുംബങ്ങളിൽ നിന്നും ഉണ്ടാകുവാൻ അതിനെ പരിപോഷിപ്പിക്കുവാൻ എന്ത് ചെയ്യുവാൻ സാധിക്കും? അതിനെക്കുറിച്ച് സിസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? അപ്പം ദൈവവിളി കുടുംബത്തിൽ നിന്ന് കിട്ടണം. എൻ്റെ വിളിയുടെ അടിസ്ഥാനം എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇന്ന് കുടുംബങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചയില്ല. പണത്തിന് വേണ്ടി, ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം, സമ്പത്ത് വാരിക്കൂട്ടാൻ വേണ്ടി മാത്രം ഓടി നടക്കുന്ന ഒരു അത്യാഗ്രഹത്തിൻ്റെ മനോഭാവം ഇന്ന് കുടുംബങ്ങളിൽ, വ്യക്തികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സ്ഥിരമായിട്ടൊരു പ്രാർത്ഥനാ ജീവിതം കുടുംബത്തിലില്ല. അതിലുപരി ഇന്ന് വൃദ്ധ സമൂഹങ്ങളാണ്. കുട്ടികളില്ല. കുട്ടികൾ ഉണ്ടെങ്കിൽ, പല അംഗങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അവർ കളിച്ചും ചിരിച്ചും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹമുണ്ട്. മറ്റൊരു മേഖല എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, കുട്ടികൾക്ക് ഇന്ന് സഹനം സ്വീകരിക്കാൻ, വെല്ലുവിളികൾ സ്വീകരിക്കാൻ പ്രയാസമാണ്. മാതാപിതാക്കളത് കൊടുക്കുന്നുമില്ല. കൊടുത്താൽ അവരെ അങ്ങനെ നേരിടുമെന്നവർക്ക് സംശയമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട്, പണത്തോടുള്ള അത്യാർത്തി, കുടുംബത്തിൽ കൂട്ടുകുടുംബം ഇല്ല, അണുകുടുംബമായിട്ട് മാറി പണത്തിന് വേണ്ടിയുള്ള ദാഹം, ഇതെല്ലാം ഇന്ന് കാണാൻ സാധിക്കും. കൗൺസിലിങ്ങിനായി സിസ്റ്ററിൻ്റെ അടുത്ത് വരുന്ന കുട്ടികളിൽ ദൈവവിളി ഉണ്ടെന്ന് തിരിച്ചറിയുവാനും അതിനെ പരിപോഷിപ്പിക്കാനും അതിൽ വളർന്നു വരുവാൻ അവരെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനായി സിസ്റ്റർ എന്താണ് ചെയ്യുന്നത്? അതായത് ഇന്ന് ഒരു കൊച്ചുകുട്ടി, ഒരു മാതാപിതാക്കളുടെ ഒരു കുട്ടി വരുകയാണെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ദൈവവിളി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് ദൈവവിളി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലും ഈ കുട്ടികളെ ഇന്ന് തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാന മേഖല, അനേകരെ ദൈവം വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ലോകത്തിൻ്റെ ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദത്തേക്കാൾ കുട്ടികളുടെ കാതുകളിലേക്ക് ഇന്ന് ആഞ്ഞടിക്കുന്നത്. അത് ഇന്നത്തെ മാധ്യമങ്ങൾ, തെറ്റായ രീതിയിലുള്ള മാധ്യമങ്ങൾ നല്ലതാണ്, പക്ഷേ അവർ തെറ്റായ രീതിയിലേക്കാണ് ചെന്ന് എത്തിപ്പിടിക്കുന്നത്. ഇൻ്റർനെറ്റ് വഴിയും ബ്ലൂ ഫിലിമും അങ്ങനെയുള്ള മേഖലകൾ ഈ കുട്ടികളുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അവർക്കൊരു നേർബുദ്ധി കിട്ടുന്നില്ല. വിശ്വാസത്തിൻ്റെ ലെവലിൽ ആ ദൈവവിളിയെ കാണാൻ അവർക്ക്
സാധിക്കാതെ വരുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു തടസ്സമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികളോട് നമ്മൾ പറയും, നിങ്ങൾക്ക് വചനത്തിലൂടെ പ്രാർത്ഥിക്കുക, നിങ്ങളും പ്രാർത്ഥിക്കുക. വിശുദ്ധരുടെ പുസ്തകങ്ങൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കാനും മാതാപിതാക്കൾ മക്കളെ കുടുംബത്തിലിരുത്തി പ്രാർത്ഥിപ്പിക്കാനും ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടും. പിന്നെ നമ്മൾ തന്നെ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഇന്ന മേഖല നിങ്ങൾക്ക് കൃപ കാണിച്ചു തരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കുർബാനയിൽ പങ്കെടുക്കുക. അപ്പോൾ ആൺകുട്ടികളെ അൾത്താരപാല് ശുശ്രൂഷകനായിട്ട് മാറുക, മിഷനിലെ അംഗത്വം സ്വീകരിക്കുക, വിശുദ്ധരുടെ പുസ്തകം വായിക്കുക, ചില സെലക്ട് ചെയ്ത വചനഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരെ നമുക്ക് കുട്ടികളെ ദൈവവിളി പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. ഇനി 2 രീതിയിൽ ദൈവവിളിയുടെ മേഖല എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവവിളിയിലേക്ക് കടന്നു വരേണ്ട കുട്ടികൾ, അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കുന്നില്ല ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ. രണ്ടാമത്തത്, വിളി കിട്ടി അവർക്ക് വിളിയിൽ അവർ നിലനിൽപ്പുണ്ടെങ്കിലും അവരുടെ അനുദിന ജീവിതത്തിൽ ചില ക്രൈസിസ് വരും, ചില സഹനങ്ങൾ വരും, ചില രോഗപീഠകൾ വരും, അസ്വസ്ഥതകൾ വരും. അപ്പോൾ അവർക്ക് ആ ദൈവവിളി ഇതിലൊരു ചഞ്ചലിപ്പ്, ഒരു ക്രൈസിസ് നേരിടും. അപ്പം അങ്ങനെ ചഞ്ചലിക്കുന്ന വെളിയിൽ പ്രശ്നം നേരിടുന്ന അനേകം വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഈ മേഖലയിൽ അവരുടെ വിളി ഇത് തന്നെയാണെന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച് പിടിച്ചു നിർത്തുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ വൈദികരും സന്യസ്തരും ഈ മേഖലയിൽ ഇന്ന് ദൈവവിളിയിൽ വളർന്ന് മുൻപോട്ട് വന്ന അവരുടെ ശുശ്രൂഷ മേഖലയിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അത് നിസ്സാര കാര്യങ്ങളാണ്, പക്ഷേ അവർ ചിലപ്പം പ്രാർത്ഥനയിൽ മടുപ്പ് വരും, ഒരു മന്ദത വരും. അപ്പോൾ അവർ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ തന്നെ ആശ്രയിക്കാനും ബലിയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് ആ മേഖലയിൽ അവർക്ക് ആ ഭാരം മാറും. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി നമ്മളും ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കും. തുടർന്ന് കിട്ടുന്ന നല്ല വചനഭാഗങ്ങൾ, വിശ്വാസത്തിൻ്റെ വചനം നിരന്തരം ഉരുവിടാൻ പറയും. ഇപ്പോൾ ദൈവവിളി പ്രോത്സാഹനത്തിന് നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ വചനം വ്യക്തികളും കുടുംബത്തിലും മാതാപിതാക്കളും നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. വിശ്വാസത്തിൻ്റെ വചനം ഉരുവിടുമ്പോൾ കുടുംബത്തിൽ കടന്നു വരുന്ന ചില പൈശാചിക സ്വാധീനങ്ങളുടെ ശബ്ദങ്ങളുണ്ട്, ഇടപെടലുണ്ട്, ഈ മാധ്യമങ്ങളുടെ കടന്നു വരുന്നത്. അത് ഈ വചനത്തിൻ്റെ ശക്തിയെ നിർവീര്യമാകും. അപ്പോൾ അവരിലുള്ള വിളി തെളിഞ്ഞു കിട്ടും. കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ടെസ്ലിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് 2012 ഫെബ്രുവരി മാസത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ തകർന്നു പോയ ഒരു വാർത്ത എനിക്ക് ക്യാൻസർ ഉണ്ട് എന്നുള്ളൊരു വാർത്തയായിരുന്നു. എനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നത് പ്രമാണിച്ച് നടന്ന ഒരു ഓപ്പറേഷന് ശേഷം നടന്ന ബയോപ്സി, ആ ബയോപ്സി റിസൾട്ടിൽ പറയുകയാണ് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന്. മരണം അടുത്തിരിക്കുന്നു എന്ന് കരുതി, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു എന്ന് കരുതി നിരാശപ്പെട്ടിരുന്നൊരവസരത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എൻ്റെ സഹപ്രവർത്തകയായ ഒരു അധ്യാപിക എന്നോട് പറഞ്ഞു, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും സിസ്റ്റർ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സിസ്റ്ററുമായിട്ടുള്ള ആ കൗൺസിലിങ്ങിനിടയിൽ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ഈ രോഗത്തെ ദൈവം സുഖപ്പെടുത്തും. അച്ഛനെ സുഖപ്പെടുത്തിയിട്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവിടുത്തെ വലിയ പദ്ധതിയിൽ വചനപ്രഘോഷണ രംഗത്തേക്ക് അച്ഛനെ ദൈവം കൈപിടിച്ചുയർത്തുകയാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും എൻ്റെ ജീവിതത്തിൽ സത്യമായി മാറി. പിന്നീട് നടന്ന സകല ടെസ്റ്റുകളിലും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി എൻ്റെ ക്യാൻസർ രോഗം സുഖപ്പെട്ടിരിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ ഈ ധ്യാന കേന്ദ്രത്തിലും ഞാൻ ജോലി ചെയ്യുന്ന രൂപതയിലെ മറ്റു ഇടവകളിലുമെല്ലാം വചനം പ്രഘോഷിക്കാൻ, ധ്യാനം പ്രസംഗിക്കാൻ പോകാൻ എനിക്ക് അവസരവും ലഭിച്ചു. തീർച്ചയായും എനിക്ക് നന്ദിയുണ്ട് ഈ കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിനോട്, ഇതിൻ്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ടെസ്ലിനോട്. ദൈവവിളിയെക്കുറിച്ച് സംശയം തോന്നിയിരുന്ന അനേകം സെമിനാരിക്കാരെയും അനേകം സമർപ്പണ വിളിയിലേക്ക് വിളി സ്വീകരിച്ച് കടന്നു വന്ന വ്യക്തികളെയും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് വിളിയിൽ ഉറപ്പിക്കുന്ന, അവരെ ശക്തിപ്പെടുത്തുന്ന, ആത്മീയമായ വെളിപാടുകൾ വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി പലപ്പോഴും എനിക്ക് ബഹുമാനപ്പെട്ട സിസ്റ്റർ ടെസ്ലിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിൽ മാത്രമല്ല, അട്ടപ്പാടിയിലുള്ള സിഹിയോൻ ധ്യാന കേന്ദ്രത്തിലും വൈദികരുടെയും സമർപ്പിതരുടെയും ഒക്കെ ധ്യാനം നടക്കുമ്പോൾ
കൗൺസിലിങ്ങിൻ്റെ മേഖലയിൽ വലിയൊരു സാന്നിധ്യമായി നിരവധി പേരെ ശക്തിപ്പെടുത്തുന്ന, നിരവധി പേർക്ക് ദൈവത്തിൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തി കൊടുക്കുന്ന, അവരുടെ വിളിയിൽ അവരെ ഉറപ്പിച്ചു നിർത്തുന്ന, പ്രചോദനമേക്ക് മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ ആത്മീയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ ടെസ്ലിൻ. ഈ കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രം തുടക്കത്തിൽ നിന്നും വളരെയധികം വളർന്നിട്ടുണ്ട്. ഇപ്പം ഞാനും ചങ്ങനാശ്ശേരിക്കാരിയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വളർച്ച ശരിക്കും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വളർച്ചയിൽ സിസ്റ്ററിനെ സഹായിക്കുന്ന വ്യക്തികൾ, സിസ്റ്ററിന് പ്രചോദനം തരുന്നത്, സിസ്റ്ററിന് ശക്തി കിട്ടുന്നത്, ശക്തി പകർന്നു തരുന്നത് ആരൊക്കെയാണ്? അതായത് ഫസ്റ്റ് കൊറിന്ത്യൻസ് 15-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാനല്ല അധ്വാനിച്ചത്, ദൈവത്തിൻ്റെ കൃപയാണ് അധ്വാനിച്ചത്. ഇതേക്കുറിച്ച് പറയുമ്പോൾ ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അവിശുദ്ധിയോടെയുള്ള ജീവിതവും മാതാവിനോടുള്ള ഭക്തിയും മാസവണക്കവും അവരുടെ ചിട്ടയും അതൊക്കെയാണ് എന്നെ അടിസ്ഥാനപരമായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. മാതാവിനോടുള്ള ഭക്തി കൈവിടാതെ തുടരുന്നതുകൊണ്ടാണ് മടുപ്പ് കൂടാതെ ശുശ്രൂഷകൾ തുടരുവാൻ സിസ്റ്ററെ പ്രേരിപ്പിക്കുന്നത്. ഈശോയുടെ അടുക്കലേക്ക് മനുഷ്യജീവിതങ്ങളെ കൊണ്ടെത്തിക്കുവാൻ മാതാവിനോടുള്ള മാധ്യസ്ഥം വലിയൊരു ശക്തിയാണെന്ന് ഈ സഹോദരി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചെറുപ്പകാലത്ത് കിട്ടിയ ഈ പരിശീലനം ഇന്നും ഇവിടെ തുടരുകയാണ്. ശുശ്രൂഷകൾക്കു വേണ്ടി, അനേക ആത്മാക്കൾക്കു വേണ്ടി ജപമാല പ്രാർത്ഥനയിലൂടെ തിന്മയുടെ ശക്തികളെ എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിയുമെന്ന് സിസ്റ്ററിലൂടെ നാം തിരിച്ചറിഞ്ഞ് ഈ മാതൃക പിന്തുടരുവാൻ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കട്ടെ. രണ്ടാമതായിട്ട് പറയുമ്പോൾ എൻ്റെ കർമ്മല സഭ, CMC സഭ, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. CMC സഭ അങ്ങേയറ്റം ഈ ഒരു മേഖലയിൽ എന്നെ വളർത്തുന്നുണ്ട്. മറ്റൊന്നാണ്, ഞാൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ രൂപതാധികാരികൾ, അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവും അഭിമന്യ മാർ ജോസഫ് പൗത്തിൽ പിതാവും, 2 പിതാക്കന്മാരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം പരിപാടികൾ നടത്തിയാലും പിതാക്കന്മാരോട് ഞങ്ങൾ ആലോചന ചോദിക്കും. പിതാക്കന്മാർ പറയും, ഇന്ന വിഷയങ്ങൾ എടുക്കണം, ഇന്ന വചനപ്രഘോഷകരെ വിളിക്കണം. അപ്പോൾ ഞങ്ങൾ എന്നാ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് ചർച്ച ചെയ്ത് അവരോട് ആലോചിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും സപ്പോർട്ടാണ്. അതുപോലെ ഈ രൂപതയിലെ അച്ഛന്മാർ, വൈദികർ, ചണ്ടാളച്ചന്മാർ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. അങ്ങനെയാണ് ഇത്രയും നമുക്ക് ഈ ഒരു മേഖലയിൽ വളരാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ ഒത്തിരിയേറെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നെ. കാരണം ഞാൻ 2006 തുടങ്ങി ഇന്ന് വരെ അവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അച്ഛൻ്റെ ഓരോ പ്രാർത്ഥനയും അതുപോലെ ഈ അഭിഷേകത്തിൽ ദൈവവചനത്തിൽ വളരാനുള്ള, എപ്പോൾ അവിടെ ചെന്നാലും എന്തെങ്കിലും അച്ഛൻ പറയും. എന്തെങ്കിലും ആത്മീയ മേഖലയിൽ നമ്മൾ ഉയരാനുള്ള, നല്ല ചിട്ടയോടെ വളർന്നു വരാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അച്ഛൻ പറയും. ഈ ഒരു മേഖലയിലേക്ക് വളർത്തിയ ഒത്തിരിയേറെ വൈദികർ, അങ്ങനെ ഇവരെല്ലാം നമുക്ക് സഹായമാണ്. ഇവിടെ കടന്നു വരുന്ന ഓരോ ശുശ്രൂഷകരും വിലപ്പെട്ടവരാണ്. ഇവിടെ നിന്ന് ഏത് ശുശ്രൂഷ ഇവിടെ നടക്കുന്നതെന്ന് വിവിധ ഇടവകയിൽ നിന്ന് വരുന്ന ശുശ്രൂഷകരെ ഉള്ളത്. പക്ഷെ അവർക്ക് നല്ല ശ്രദ്ധയുണ്ട്. ആ മേഖലയിൽ അവരും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും ഒരു കൂട്ടായ്മയോടെയാണ് എനിക്ക് ഇതിന് മുൻപോട്ട് പോകാൻ സാധിക്കുന്നത്. സിസ്റ്റർ ടെസ്ലിൻ്റെ ശുശ്രൂഷകളോട് ചേർന്ന് നിന്ന് നവീകരണ പ്രവർത്തനങ്ങളെ പിന്താങ്ങുന്ന കോർ ഗ്രൂപ്പ് അംഗങ്ങളും പ്രാർത്ഥന വഴി ശുശ്രൂഷയെ ശക്തിപ്പെടുത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പും ചേരുമ്പോൾ ഈ ധ്യാനകേന്ദ്രം ആത്മാഭിഷേകത്തിൻ്റെ ഇടമായി മാറുന്നു. ഇവർക്ക് സിസ്റ്റർ കൊടുക്കുന്ന ആത്മീയ പരിശീലനമാണ് കൂടുതൽ തീക്ഷ്ണതയോടെ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഇവിടെയുള്ളവർക്കും കരുത്തു ലഭിക്കുന്നത്. അൽമായ സഹോദരങ്ങളുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന ആത്മീയ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയുള്ളതായി മാറുന്നുവെന്ന യാഥാർത്ഥ്യം ഇവരിലൂടെ നാം തിരിച്ചറിയുന്നു. ബഹുമാനപ്പെട്ട ടെസ്ലി സിസ്റ്ററിനോട് ചേർന്ന് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ കോർ ഗ്രൂപ്പ് അംഗങ്ങളായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഓരോ വ്യക്തികളെയും മാക്സിമം പ്രോത്സാഹിപ്പിച്ച് അവരെ നല്ല രീതിയിൽ വളർത്തുകയും, അതോടൊപ്പം സിസ്റ്ററെ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിസ്റ്റർ സഭാ അധികാരികൾക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് എല്ലാ ശുശ്രൂഷകളും നടത്തുന്നത്. ഞങ്ങളുടെ അതിരൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിനോട് ആലോചന ചോദിക്കാതെ ഒരു ശുശ്രൂഷകളും ഇവിടെ ചെയ്യാറില്ല. ജീവിത പ്രശ്നങ്ങളുമായിട്ട് കടന്നു വരുന്ന വ്യക്തികൾ കടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും
സിസ്റ്ററിന് അവരെ കണ്ടു കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കാൻ സാധിക്കാതെ രാപകൽ തന്നെ റെസ്റ്റ് എടുക്കാതെ അവരുടെ മുമ്പിലിരുന്നുകൊണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങൾ കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഈശോയുടെ സ്നേഹം കൊടുത്ത് അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ കോർ ഗ്രൂപ്പിലുള്ള ഓരോ അംഗങ്ങൾക്കും കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ സിസ്റ്ററിനോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യാതിരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ജീവിത വിശുദ്ധിയും മാതൃകയാണ് സിസ്റ്ററിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത്. പാപപരിഹാരമായി തീർന്ന യേശുവിൻ്റെ കുരിശിൻ്റെ വഴികളെ ധ്യാനിച്ച് നടത്തപ്പെടുന്ന പരിഹാര പ്രാർത്ഥനകൾ ഇവിടം വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയാകുന്നു. എല്ലാ ദിവസവും ഈ പരിഹാര പ്രാർത്ഥന ഇവിടുത്തെ ശുശ്രൂഷകർ ഇവിടെ നടത്തുമ്പോൾ വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ സാധ്യമാകുന്നു. കുരിശിൻ്റെ വഴിയുടെ ശക്തി തിരിച്ചറിഞ്ഞവർക്കേ ആത്മരക്ഷയ്ക്കായി പരിഹാര പ്രവൃത്തികളെ കാഴ്ചവെക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് ഇവർ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ ആരാധനയും ജാഗരണ പ്രാർത്ഥനയും ഇവിടുത്തെ ശക്തിയുടെ ഉറവിടങ്ങളാണ്. നിരന്തരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലാണ് അത്ഭുതങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെയും വഴികൾ തുറക്കപ്പെടുക. ഈ സത്യം മനസ്സിലാക്കി ഈ പ്രാർത്ഥനകൾക്കും സിസ്റ്റർ നേതൃത്വം നൽകുന്നു. ഇത്തരം ശക്തമായ പ്രാർത്ഥനകളിലൂടെ മാത്രമേ സുവിശേഷ പ്രവർത്തനം ഫലപ്രദമായി നടത്താൻ കഴിയുകയുള്ളൂവെന്ന് തിരിച്ചറിഞ്ഞ് ഇതിനുവേണ്ടി ഏത് ത്യാഗവും ഏറ്റെടുക്കുവാൻ സിസ്റ്റർ സന്നദ്ധയാവുകയാണിവിടെ. സിസ്റ്ററുമായി ചെലവഴിച്ച ഈ നിമിഷങ്ങൾ, സിസ്റ്റർ പങ്കുവച്ച അനുഭവങ്ങൾ തീർച്ചയായും എനിക്ക് തികച്ചും അവിസ്മരണീയമായ നിമിഷങ്ങളായിരുന്നു ഇത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും ഓർക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇത്. അവസാനമായി ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ധന്യത എവിടെയാണ്? അതായത് ഞങ്ങളുടെ ചാവർപിതാവ് പറയുന്നുണ്ട്, വിശുദ്ധരാകുക, വിശുദ്ധിയിലേക്ക് നയിക്കുക. അതിൻ്റെ അർത്ഥം നമ്മൾ സ്വർഗത്തിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുക. സ്വർഗമാണ് ലക്ഷ്യം. അപ്പം നമ്മളും സ്വർഗത്തിൽ എത്തിച്ചേരണം, നമ്മൾ നയിക്കപ്പെടുന്ന വ്യക്തികളും സ്വർഗത്തിൽ എത്തിച്ചേരണം. അപ്പം നമ്മൾ ചെയ്യുന്ന നിസ്സാര ചെറിയ ശുശ്രൂഷ പോലും ലക്ഷ്യം വെക്കുന്നത് സ്വർഗത്തിൽ എത്തിച്ചേരാണ്. അപ്പോൾ സ്വർഗമാണ് ലക്ഷ്യം. അതുപോലെ ഞങ്ങളുടെ ഇവിടുത്തെ പ്രബോധനത്തിലും അത് ജനത്തെ പഠിപ്പിക്കും. സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഇതേക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ഇവിടുത്തെ അല്പ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇവിടം കൊണ്ട് നിൽക്കേണ്ടവരല്ല, ഇത് ഉയർന്ന് നമ്മൾ പറക്കേണ്ടവരാണ്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കണം. അല്പ കാര്യങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിത്യമായ അനശ്വരമായ ഭാഗ്യം സ്വർഗത്തിൽ എത്തിച്ചേരാൻ, അതാണ് ലക്ഷ്യം. ശുശ്രൂഷകളുടെ തിരക്കിനിടയിലും വചനധ്യാനത്തിനും നമസ്കാര പ്രാർത്ഥനയ്ക്കും സിസ്റ്റർ സമയം കണ്ടെത്തുന്നു. ശുശ്രൂഷകളുടെ ഭാരത്തെ ലഘൂകരിക്കുവാനും ആത്മശക്തിയാൽ നിറയുവാനും സാധിക്കുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ്. യേശുവിൻ്റെ അടുക്കൽ നിന്ന് ശക്തി സ്വീകരിച്ച് തൻ്റെ ശുശ്രൂഷകൾ തുടരുമ്പോൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഈ സന്യാസ ജീവിതം ഇവിടെ ധന്യമാകുന്നു. ദൈവിക പദ്ധതികളോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുഴുവനായി ദൈവത്തിന് സമർപ്പിച്ച് തൻ്റെ വിളിയോട് പൂർണ്ണമായും താതാത്മ്യപ്പെട്ടിരിക്കുന്ന സിസ്റ്ററിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു നല്ല മാതൃകയായി തീരട്ടെ. സിസ്റ്റർ പങ്കുവെച്ച സിസ്റ്ററിൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാന കേന്ദ്രം ഇനിയും അനേകരുടെ മാനസാന്തരത്തിനും ജീവിത നവീകരണത്തിനും വഴിതെളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിന് തമ്പുരാൻ ധാരാളം ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.